27-ാം തീയതി വ്യാഴാഴ്ച ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. പക്ഷെ ഇത് ഇന്ന് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ല. ഇത് നാളെ 28-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം വല്ലതുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് 27-ാം തീയതി നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സിദ്ദിഖിക്കയുടെ മകൻ മരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. എനിക്കപ്പം പയ്യൻ മരിച്ച മൂത്ത മകനാണ് സിദ്ദിഖിക്കയുടെ. അപ്പം പുള്ളി മരിച്ച ദിവസം തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഇടാൻ എൻ്റെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. ഞാനത് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പം നമ്മൾ റവന്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. അറ്റ് ലാസ്റ്റ് അതുണ്ട്. പക്ഷേ ആ പയ്യൻ മരിച്ച ദിവസം തന്നെ എനിക്ക് ഈ ഒരു വാർത്ത പുറത്തു വിട്ട് അതിനകത്തൊന്നും 1 രൂപ പോലും എനിക്ക് വേണ്ട. അതെനിക്ക് താല്പര്യമില്ല. നാളെ ആവട്ടെ. അറ്റ് ലാസ്റ്റ് ഇതൊരു ന്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ന്യൂസാണ്, എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതില് ന്യൂസിൽ ഉപരി എനിക്കൊരു എന്തോ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇച്ചിരി മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം എനിക്കും കൂടെ ഉണ്ട്. അപ്പൊ എന്റെ ആ ഒരു മനസാക്ഷി ഇന്ന് ഈ വീഡിയോ ഇട്ടാലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. നാളെ ഇട്ട് കഴിഞ്ഞാൽ പകുതി ആൾക്കാരും കാണത്തുമില്ല. പക്ഷെ ഇത് ഒരു 10 പേരെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കണം. അതെനിക്ക് ഭയങ്കര നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഞാനിപ്പോ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കാണും. എനിക്ക് അതിനെ സംബന്ധിച്ചാണ് ഒരു കാര്യം പറയാനുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണും. അപ്പോ ഇത് ആരാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബേസിൽ ജോസഫ്. ബേസിൽ സിദ്ദിഖിക്കയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആക്ടേഴ്സ് വന്നു പോയി. അപ്പൊ അങ്ങനെ ബേസിൽ വന്നപ്പോഴത്തേക്ക് ആ റോഡ് നിങ്ങൾ കണ്ടല്ലോ, അവിടെ ഫുള്ള് ബ്ലോക്കാണ്. സിദ്ദിഖിക്കയുടെ വീടിന്റെ അവിടെ തിരക്കായിട്ട്. അപ്പം ബേസിൽ വണ്ടി മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കാറിലേക്ക് പോകുന്ന ഗ്യാപ്പിൽ ഒരു ചേട്ടൻ വന്നിട്ട് സെൽഫി എടുക്കുകയാണ്. ബേസിൽ ഒരു മരണ വീട്ടിൽ വന്നതാണ്. അപ്പം അവിടെ ഒരു പയ്യൻ വന്നിട്ട്, ഒരു ചേട്ടൻ വന്നിട്ട് സെൽഫി എടുക്കുന്നു. അപ്പോ ഇത് ഇന്നലെ നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഒരു ചാനലല്ല ഒരു അക്കൗണ്ട് ഉണ്ട്. നീലക്കുയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അവർക്ക് യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലും കൂടെയാണ് അവര്. അപ്പം അതിനകത്ത് വന്നൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. കാരണം അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കല്ല, ഞാനിപ്പം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാൻ നേരത്തെ ആ വീഡിയോ അവിടെ ഇല്ല, അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതിന് സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു ക്ലാപ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. സത്യമായിട്ടും അവർക്കൊരു തെറ്റുണ്ട് ഇതിനകത്ത്. അത് ഞാൻ പറയാം. അവർക്കൊരു തെറ്റ് പറ്റി. അവർ ആ തെറ്റ് മറ്റേ ആട്ടുപാടല്ലേ മൂടോടെ അവർ വലിച്ചു കയറി കളഞ്ഞു. അതിന് സത്യം പറഞ്ഞാൽ അതും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കയറി. ഈ ഒരു ഞാനത് കണ്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കാൻ നേരത്തേക്ക് ഏതാണ്ട് 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ കണ്ടു ഈ ഒരു വീഡിയോ. ഒരുപാട് കമന്റ് ഉണ്ട്. കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയാണ്. അതിനുള്ള കാരണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ കാണിച്ചു തരാം. ടൈറ്റിൽ ബേസിൽ ജോസഫ് സിദ്ദിഖിക്കയുടെ മകന്റെ വിയോഗം അറിഞ്ഞ് വീട്ടിലെത്തി മടങ്ങിയപ്പോ എന്ന് പറഞ്ഞാണ് കണ്ടല്ലോ ഈ ഒരു വീഡിയോയുടെ അവരൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോ ആ റൈറ്റിംഗ് വെച്ചിട്ട് ബേസിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഒരു പയ്യൻ നിന്ന് സെൽഫി എടുക്കുക. ഒരാളുടെ മരണവീട്ടിൽ, അതായത് ഒരാളുടെ മരണവീട്ടിൽ ഒരു സിനിമാ നടന്റെ മകൻ മരിച്ചിരിക്കുന്നു. അവിടെ വേറൊരാൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അയാളുടെ ആക്ടർ ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അത് ശ്രദ്ധിക്കുന്നില്ല. ആ പയ്യനൊന്നും അതൊരു മരണവീട്ടിൽ വന്നൊരു വ്യക്തിയാണെന്നോ അതൊന്നും ചിന്തിക്കാതെ പോയി സെൽഫി എടുക്കാൻ നിൽക്കുന്നു. അത് ആ പയ്യൻ കാണിച്ചൊരു തെറ്റ്. അത് ഈ ഒരു ചാനൽ ഷൂട്ട് ചെയ്ത് അവരത് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിലും കൊടുത്ത് സാധനം ഇട്ടു. ഇഷ്ടം പോലെ ഞാൻ ആ കമന്റ് ബോക്സ് ആ സമയത്ത് നോക്കിയാണ്, ഇഷ്ടം പോലെ തെറിയായിരുന്നു. പക്ഷെ എനിക്ക് അവരോട് ഇത് തോന്നാൻ കാരണം അവരെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരുടെ അപ്പം എടുത്തതിന്റെ ആ ഒരു ഇതിൽ എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. നമ്മള് ഇങ്ങനെ ഒരു ഇപ്പം അത് മരണവീടാണ്, അതല്ലാതെ വേറെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അവിടെ ഈ ഓൺലൈൻ മീഡിയാസ് വീഡിയോ എടുത്തെടുത്ത് അപ്പൊ തന്നെ അവരിങ്ങനെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അവർക്കത് റീച്ച് അതിനുവേണ്ടി അവർ ചെയ്യും. അങ്ങനെ ചെയ്തതിന്റെ ഇടയ്ക്ക് പറ്റിയൊരു അബദ്ധമാണ്. പക്ഷെ ആ ഒരു അബദ്ധം മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നു അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ആ സാധനം അവിടെ ഇല്ല. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്റെ ഒരു മാത്രമേ ഉള്ളത് ഇപ്പം. കാരണം ഞാൻ കണ്ടോണ്ടേ ഞാൻ എടുത്തു. കാരണം എനിക്കത് സ്ട്രൈക്കായി. ഒരു മരണ വീട്ടിൽ ഒരാൾ വന്നിട്ട് പോകുമ്പോൾ അയാൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, അതപ്പം ഇവരും മനസ്സിലാക്കണം ഓൺലൈൻ മീഡിയ. പിന്നെ അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. പക്ഷെ അവരത് എടുക്കാൻ കാരണക്കാരനാരാ? ആ പയ്യൻ അവിടെ വന്ന് ആ ഒരു സെൽഫി എടുക്കുന്നു.
അവിടെ ആ ഒരു പയ്യൻ അവരാ നിൽക്കുന്ന സ്ഥലം സിദ്ദിഖയുടെ വീടിന്റെ അടുത്താണ്. അപ്പൊ അറിയാം അവിടെ, പ്രത്യേകിച്ച് അവിടെ വന്നത് ഈ ഒരു മരണത്തിന് വന്നതാണെന്ന് അറിയാം. അങ്ങനെ അറിയുമ്പോ അതിന്റെ ഇടയ്ക്ക് ചെന്ന് ഈ സെൽഫി ചോദിക്കുന്ന പരിപാടി, അത് വെറും 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 വൃത്തികെട്ട പരിപാടിയാണ്. ഇങ്ങനെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തതും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. എനിക്ക് മനസ്സിലാവും, സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമുക്കുള്ളൊരു നമ്മൾ പോയി ഒരു ഫോട്ടോ എടുക്കണം നമുക്ക് തോന്നും. അതിനൊരു സ്ഥലം പോട്ടെ, സാഹചര്യം മനസ്സിലാക്കണ്ടേ. ഇതൊന്നുമില്ലാതെ ഒരു മരണ വീട്ടിലൊക്കെ ചെല്ലുന്ന ആൾക്കാരുടെ ചെന്നിട്ട് സെൽഫി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ എനിക്ക് തോന്നുന്നു ബേസി അത്യാവശ്യം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ബേസി ഒന്നും പറഞ്ഞില്ല, അതിന് നിന്നു കൊടുത്തു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാട്ടായത്തിലൊക്കെ നല്ല ചെവിക്കെല്ലാം നോക്കി അടിക്കും. ഇല്ലേ? നിങ്ങൾ പറ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒന്നൊന്ന് തൊട്ടൊന്ന് മനസ്സ് തൊട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സെലിബ്രിറ്റി ഒന്നും അല്ല, നേരെ അങ്ങനെയുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരാൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ വരുന്ന 1-2 ആൾ വന്നിട്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ, എടാ വാടാ ഒരു സെൽഫി എടുക്കണം എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മൂഡ്? ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ എല്ലാവരുടെയും മിസ്റ്റേക്ക് ഉണ്ട്. ഇതിട്ട വീഡിയോ എടുത്ത മീഡിയ എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു സാധനം കണ്ടപ്പോൾ അവരെടുത്തു. അവർ ചിലപ്പം ഇപ്പൊ പയ്യൻ അവിടെ ചെന്ന് നിന്നില്ലെങ്കിലും ബേസിൽ ഇറങ്ങി വരുമ്പോൾ ഇവര് ക്ലിപ്പ് എടുക്കും. കാരണം ബേസിൽ കണ്ടിട്ട് വരുന്നു, സിദ്ദിഖയുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവർ ആ ക്ലിപ്പ് എടുത്തിടും. മനസ്സിലായില്ല? അത് ഏത് ആക്ടർ എടുത്ത് വന്നാലും നിങ്ങൾ നോക്കിയാൽ മതി, ഏതൊരു ചാനലിൽ ഇന്ന് നോക്കിയാൽ മതി. ആക്ടേഴ്സ് സിദ്ദിഖയുടെ മോനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇവരിടും, ഇത് കണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ അവർക്ക് അങ്ങനെ ബേസിലിന്റെ ചിലപ്പോൾ ഈ ഒരു ചാനലിൽ കിട്ടിയത് ഈ വന്ന ഒരു ക്ലിപ്പായിരിക്കും അവർക്ക് കിട്ടിയത്, അതുകൊണ്ട് അവരത് എടുത്തിട്ടു. പക്ഷെ അതിനകത്ത് ആ ഒരു പയ്യൻ വന്ന് സെൽഫി എടുക്കുന്നതും കൂടെ ഉണ്ട്. അത് ആ പയ്യന്റെ കയ്യിലും, ഞാൻ അതേ പറയുള്ളൂ, ആ പയ്യന്റെ കയ്യിലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിട്ട് തോന്നി രണ്ടുപേരുടെയിലും. ഇവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പരിപാടി കഴിഞ്ഞു ഇവരുടെ ഈ ഒരു ചാനല്. പക്ഷെ ആ പയ്യൻ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനകത്ത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. എനിക്കിത് ഭയങ്കര തെറ്റായിട്ട് തോന്നി. ഒരു മരണ വീട്ടിൽ വന്ന് പോകുന്ന ഒരാളുടെ അടുക്കെ ഒരിക്കലും, അയാൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എടുക്കാലോ. ഒരു മരണ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണോ ഈ ഒരു പരിപാടിയും കൊണ്ട് പോകുന്നത്? അത് തെറ്റല്ലേ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും ഇടുക. ഓക്കെ, ഇടണം, എനിക്ക് അറിയണം. ഇനിയും ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണോടെ. ചില ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും, അത് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല ആ സെലിബ്രിറ്റി, അതുകൊണ്ട് എടുക്കാൻ പോയതാണല്ലോ, അതുകൊണ്ട് എടുക്കണമല്ലോ, എന്റെ ഇഷ്ടമുള്ള നടനാണ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ തോന്നി, ഞാൻ എടുത്തു. ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നവർ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. നിന്റെയൊക്കെ വീട്ടിൽ ഈ പരിപാടി നടന്നെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരുത്തം വന്ന് സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ നിനക്കൊക്കെ പൊട്ടത്തില്ലേ? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഞാൻ ചോദിക്കുന്നില്ല, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. പൊട്ടുന്നതിന്റെ അതൊരു മര്യാദയാണോ? എനിക്കിത് കണ്ടപ്പോ ഇങ്ങനൊരു എന്തോ, എനിക്കത് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇത്. പക്ഷെ ഇന്ന് ഞാൻ ഇട്ടത് എനിക്കെന്തോ അത് പറ്റത്തില്ല. ആ പയ്യൻ മരിച്ച് തലയ്ക്ക് മേളിൽ നിന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഇതിട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നാളെ ഇത് ഞാൻ ഇടും, കാരണം ഇത് ആൾക്കാർ അറിയണം. ഇങ്ങനെയുള്ള പരിപാടികൾ ദൈവത്തെ ഓർത്ത് ചെയ്യാതിരിക്കുക. ഇതൊരു അലേർട്ട് പോലെ എനിക്ക് തോന്നുന്നത്. ആൾക്കാർ അറിയണം ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. സോ ചെയ്യാതിരിക്കുക. അത് എവിടെയാണെങ്കിലും ആരുടെ ആണെങ്കിലും. മരണ വീട്ടിലൊക്കെ വരുന്ന ആൾക്കാർ അതൊരു സെലിബ്രിറ്റി, ഇപ്പം നമ്മൾ സാധാരണക്കാരനായിരിക്കും, നമ്മളെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് അറിയാവുന്ന ഒരാള്, അയാൾ ചിലപ്പോൾ നമ്മുടെ ഒരു വീട്ടിലൊരു മരണത്തിന് അയാൾ വരുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ല, ഒരു സെലിബ്രിറ്റി ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്നിട്ട് അയാള് സെൽഫി എടുക്കാൻ ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അയ്യോ, അതിനോടൊന്നും എനിക്ക് എന്തായാലും യോജിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാലും എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ.